ഫിഷൊക്കെ ഫ്രീസറിലാണ് വെച്ചൊക്കെ നമുക്ക് ലൈവായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഹേ ഗൈസ്, നമ്മളിന്ന് വയനാട് പോകണം. അപ്പം രാവിലെ എണ്ണീറ്റ് ഈ ഒരു ഓട്ടോയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളിത് മാമിയുടെ വീട്ടിലെത്തി. മാമിയും വരുന്നുണ്ട്. മാമിയുടെ ലഗേജും കാര്യങ്ങളൊക്കെയാണിത്. ഗൈസ്, അപ്പോൾ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മെമു ട്രെയിൻ കിടപ്പുണ്ട്. ലഗേജും കാര്യങ്ങളെല്ലാം കൊണ്ടുവച്ച് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വന്ദേ ഭാരതിലാണ് പോകുന്നത്. 6 മണിയുടെ വന്ദേ ഭാരതാണ്. ഓൺ ടൈമാണ് ട്രെയിൻ. എത്തിയിരിക്കുകയാണ്. ഫൈനലി വന്ദേ ഭാരതി കയറിയിരിക്കുകയാണ്. നമ്മുടെ കോച്ച് സീറ്റ് 10 ആണ്. അതിൽ 23-24 ആണ് സീറ്റ് നമ്പർ. നമ്മൾ രാവിലെ കയറിയതിനെ കൊണ്ടൊരു ന്യൂസ് പേപ്പറും ഒരു വാട്ടർ ബോട്ടിലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായ കലക്കുന്ന പൊടിയും പിന്നെ ഒരു ബിസ്ക്കറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും ഫ്രീ ആണ്. പിന്നെ ചായയുടെ ഒരു ഫ്ലേവർ ഇടാൻ വേണ്ടി നമുക്ക് ഹോട്ട് വാട്ടർ അവർ കൊണ്ടുതന്ന് ഇതിനകത്താണ് ഫ്ലേവർ ഇട്ട് കലക്കി കുടിക്കേണ്ടത്. ഇത് വന്ദേ ഭാരതിലെ ഇന്ത്യൻ സ്റ്റൈൽ ബാത്റൂമിൻ്റെ അകത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊട്ടും തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കാറുള്ള. ഇതിൽ 3 ഇഡലിയാണ്. പിന്നെ ഇതൊരു ഉഴുന്നോടെയാണ്. പിന്നെ ഇത് ചോക്കോ പൈ. പിന്നെ ഒരു ജ്യൂസും ഉണ്ട്. ഇതാണ് ഭാരതപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പകുതിയും പോയി, മണലൊക്കെ വാരി. ഫൈനലി നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ കൽപ്പറ്റ പോകാൻ പോവാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഓട്ടോയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ പൊരിഞ്ഞ വെയിലും പിന്നെ കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഓട്ടോ കിട്ടി. നമ്മൾ ഓട്ടോയിൽ കയറി ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പാരഗണിലാണ് പോകുന്നത്, മീൽസ് കഴിക്കാൻ വേണ്ടി. ഇവിടെ ഫിഷൊക്കെ ഫ്രീസറിലാണ് വെച്ചൊക്കെ നമുക്ക് ലൈവായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത മീൽസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് കറികളുണ്ട്. രണ്ട് തോരൻ, പിന്നെ മോര്, പിന്നെ രസം, പിന്നെ വെണ്ടയ്ക്ക ഒഴുക്കിരട്ടിയത്, പിന്നെ ഫിഷ് കറി, അങ്ങനെ ഒരുപാട് കറികളുണ്ട്. ഫൈനലി ബില്ല് വന്നിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും റേറ്റ് കുറവാണ്. 210 രൂപയുള്ളൂ. ബില്ലൊക്കെ പേ ചെയ്തിറങ്ങി എക്സിറ്റ് വേറെ സ്റ്റെപ്പിൻ്റെ വഴിയാണ്. ഇനി നമ്മൾ നേരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് കൽപ്പറ്റയ്ക്കുള്ള ബസ് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറി. അങ്ങനെ താമരശ്ശേരി ചുരം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്.
ഫൈനലി നമ്മൾ കൽപ്പറ്റ എത്തിയിരിക്കുകയാണ്. ഇനി കൽപ്പറ്റയിൽ നേരെ മേപ്പാടിയിലേക്ക് പോകണം. അതിന് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് കിട്ടി മേപ്പാടിയിലേക്ക്. പിന്നെ മേപ്പാടി എത്തി നേരെ റൂമിലേക്ക് പോവുകയാണ്. നോമ്പ് തുറക്കുന്ന ടൈമായപ്പോൾ കറണ്ട് പോയി. പിന്നെ മെഴുകുതിരിയൊക്കെ സെറ്റാക്കി നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി ആപ്പിൾ, ഓറഞ്ച്, ഈത്തപ്പഴമാണുള്ളത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാങ്ക് വിളിച്ച് പിന്നെ നമ്മൾ ഈത്തപ്പഴം എടുത്ത് നോമ്പ് തുറന്ന് പിന്നെ കുറച്ച് കഞ്ഞി എടുത്ത് കുടിച്ച്. കഞ്ഞിയുടെ കൂടെ പൊടിച്ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പൊടിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അവിടുത്തെ പിള്ളേർ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കയറി. നമ്മൾ 2 പ്രിങ്കിൾസ് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു അച്ചപ്പവും മേടിച്ചായിരുന്നു, പിന്നെ ഒരു ചോക്കോ പയ്യും മേടിച്ച് പിന്നെ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി റിലേറ്റീവിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ അവിടെയും കറണ്ട് ഇല്ല. പിന്നെ അവർക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത്. ഇഷ്ടപ്പെട്ടു? ഏതാ ഇഷ്ടപ്പെട്ടു? പ്രിങ്കിൾസ് ആണോ? ഏത് ഫ്ലേവറാണ്? ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് അതിൻ്റെ ഒക്കെയാണ്. ഓക്കെ, ബൈ.